ഹലോ. ഉറക്കക്കുറവാണ് നിങ്ങളുടെ പ്രശ്നം. എൻ്റെ ലൈഫിലും ഒരു വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉറക്കക്കുറവ്. എനിക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ഈ ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഉറക്കത്തിന് കൃത്യമായിട്ടൊരു സമയം ഒന്ന് ഫിക്സ് ചെയ്തു വിട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാവണല്ലേ. നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നടത്താനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉറക്കം എന്നതിന് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മുടെ ഈ ഉറക്കം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ഹോർമോൺസിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അത് വേറെ ഒന്നല്ല, നമ്മുടെ സ്ലീപ്പ് ഹോർമോൺ, സ്ട്രെസ് ഹോർമോൺ, അതുപോലെ തന്നെ നമ്മുടെ ഹങ്കർ ഹോർമോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പഠിക്കുന്ന സമയത്ത് പഠിച്ച് പിന്നെ അതങ്ങനെ വിട്ടുപോയില്ലേ. അങ്ങനെയല്ല, നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യണം, അത് വേറെ കാര്യം, മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉറക്കം എന്നതും നമ്മുടെ ഹോർമോണിനെ ഭയങ്കര അധികം ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉറക്കം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഭയങ്കരമായിട്ട് സ്ട്രെസ് വരില്ലേ, തലവേദന, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. കുറേ പേര് പറയണത് കേട്ടിട്ടുണ്ട്, ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റണം എന്നുള്ളത്. ഞാനും അങ്ങനെയുള്ള ഒരാളാണ്. നല്ലൊരു ഉറക്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഭയങ്കര സുഖമായിട്ട് ഉറങ്ങണവരെ കാണുമ്പോൾ എനിക്ക് കൊതിയാണ്, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ. കാരണം എന്ന് പറഞ്ഞാൽ ആള് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും, ആൾക്കൊരു ഡീപ്പ് സ്ലീപ്പ് തന്നെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റണേന്ന്. കാരണം അതൊരു അനുഗ്രഹമാണ്, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് അതുപോലത്തെ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മാറിപ്പോകും. അപ്പം മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉറക്കക്കുറവിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കോഫി, അതുപോലെ തന്നെ പഞ്ചസാര കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോഫിയിൽ കഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിനൊക്കെ നഷ്ടപ്പെടുത്തും. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം ഒരു 7 മണിക്ക് ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടന്നിട്ടൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക് പാല് കുടിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നതും നല്ലതാണ്. അതും ഉറക്കത്തിന് ഒന്ന് സഹായിക്കുന്ന ഒരു കാര്യമാണ് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ മൈൻഡ് ഹെൽത്തി ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷനും ജേർണലിങ്ങും ഒക്കെ ഈ നമ്മുടെ ഈ സ്ലീപ്പിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുൻപത്തെ വീഡിയോസിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.